ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ ഫാമിലി ടൈൽസ് പുതിയൊരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ യാത്ര ആരംഭിച്ച് ഏകദേശം ചാലക്കുടി എത്തി. ചാലക്കുടിയിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടുള്ള ടൈമിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ബസ്സിൽ കയറി അപ്പോൾ അമീർ ഭായിയുടെ പാട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരുപാട് പാട്ടും കളികളും ഒക്കെ ആയിട്ട് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് നമ്മൾ മൂന്നാറിലേക്കുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഉച്ച സമയം വരെ, നമ്മൾ രാവിലെ ഒരു 5 മണിക്കാണ് പെരിന്തൽമണ്ണ നിന്നും KSRTC ഡിപ്പോയിൽ നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. KSRTCയുടെ ഉല്ലാസയാത്ര പാക്കേജിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഞാൻ മാത്രം ആണ് ഒറ്റയ്ക്കുള്ളത്. മറ്റുള്ളവരൊക്കെ ഫാമിലി ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. സാധാരണഗതിയിൽ ഞാനിപ്പോൾ ഇത് ഒരു 3ാമത്തെ പ്രാവശ്യമാണ് KSRTCയുടെ കൂടെ ട്രിപ്പ് പോകുന്നത്. വേറെയും സോളോ ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്കൊരു കമ്പനിക്ക്. ഈ ഒരു ട്രിപ്പിൽ എല്ലാവരും കമ്പനിയാണ് എങ്കിൽ പോലും നമുക്കൊരു സോളോ ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് രസിച്ച് അങ്ങനെ ഉല്ലാസയാത്ര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പാലത്തിൻ്റെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുഴയും കാലാവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് കാണാം, പ്രകൃതിയും ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. നിരന്തരം ഉണ്ടാവാറുണ്ട്. അതിലൊരു വ്യത്യസ്തനാണ് നമ്മുടെ ഉസ്മാൻ. ചോദ്യങ്ങൾ ചോദിക്കുക, സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തരിക. മൂപ്പരുടെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ആ സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കുക. എല്ലാവരും അതിന് ഉത്തരം പറയണം. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഉസ്മാൻഖാനോട് നേരിട്ട് പറയുന്നതാണ്. മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഈ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ എല്ലാവരും. ചെറിയ കുസൃതി ചോദ്യങ്ങളാണ്. മിക്ക ചോദ്യങ്ങൾ തന്നെ ഉത്തരം ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം അറിയണ കൈ ബന്ധിക്കാം. ഉത്തരം പറയാൻ പാടില്ല. അത് തന്നെ നിബന്ധനയാണ്. ഉത്തരം പറഞ്ഞാൽ ഇതില്ല, സമ്മാനമല്ല. സ്വർണത്തിന് വില കൂടിയുണ്ട്. സ്വർണ്ണ കോയിനും നല്ല കൊടുക്കണം. സ്വർണ്ണ ബിസ്ക്കറ്റ് തന്നെ കൊടുക്കണം. അപ്പൊ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കാം. ആദ്യം നമ്മളൊരു യാത്രനെ പറ്റിയിട്ട് തന്നെ ആദ്യത്തെ ആയിക്കോട്ടെ. ഇന്ത്യയിലെ ഒരു സ്ഥലത്തൊക്കെ നമ്മള് അങ്ങോട്ട് പോകുമ്പോ ഇംഗ്ലീഷ് പേര് പറയും, മടങ്ങി പോരുമ്പോ മലയാളം പറയും. ഏതാണ് ആ സ്ഥലം? ആദ്യം കൈ വന്നിരിക്കുന്നത് ഗോവ. ശരിയായ ഉത്തരം. ഗോ എന്നുള്ള ഇംഗ്ലീഷ്, വാ എന്നുള്ളത് മലയാളം. അങ്ങനെ ഗോവ.
കയ്യോടെ കൊടുക്ക സമ്മാനം. മകനും ഒരു മകളും മുറ്റത്ത് താമസിക്കുന്ന മകന്റെ കൂടെ മകള് അവിടെ അടുത്ത വീട്ടിലേക്ക് തന്നെ കല്യാണം കഴിച്ചിരിക്കണത്. അപ്പൊ മുത്തശ്ശി രാവിലെ ഇടക്കോറന്ന് മകളെ വീട്ടിലേക്ക് വിരുന്നു പോകും. വിരുന്ന് പോകുന്ന സമയത്ത് അവിടെ വഴിയിലൊരു മൂവാണ്ടമ്മൂച്ചുണ്ട്. അപ്പൊ മാങ്ങയുടെ കാലാണ്. അപ്പൊ മാങ്ങ എത്രണ്ടെന്ന് എണ്ണിയൊക്കെ പോകും. അപ്പൊ ചെറിയ തയ്യാണ്. അപ്പൊ എണ്ണി നോക്കുമ്പോ 12 എണ്ണാണ് അമ്മ ആകെ ഉള്ളത്. അപ്പൊ പഴിക്കാരായപ്പോൾ ചെയ്തു. മുത്തശ്ശി അങ്ങോട്ട് മകളെ വീട്ടിൽ പോകുമ്പോ മാവിന്റെ അടുക്കത്തേക്ക് ഒന്ന് വീണു. അങ്ങനെ ഉച്ചയോട് മടങ്ങി പോരുമ്പോ മാവിന്റെ അടുക്കത്തേക്ക് മുത്തശ്ശി വീണ്ടും വീണു. അപ്പൊ എത്ര മാങ്ങ പിന്നെ അതിന് ബാക്കി വരും? ഉത്തരം പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഉത്തരം പറയാൻ പാടില്ല. കൈ പൊന്തിച്ചതിനൊക്കെ ഫാൾട്ടായി. കൈ പൊന്തിച്ച് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പറയാൻ പാടില്ല. ആദ്യം അറിയാൻ കൈ പൊന്തിക്കും. അവിടെ ബാക്കിൽ ഒരാൾ കൈ പൊന്തിച്ചിട്ടുണ്ട്. ആക്കെ പറഞ്ഞേരാ പറയൂ ഉത്തരം. എത്ര? ശരിയല്ല. ശരിയല്ല പറഞ്ഞാണ് ശരി. 12 എണ്ണുണ്ട്. മുത്തശ്ശിയാണ് വീണിട്ടുണ്ട്. മാങ്ങ വീണിട്ടില്ല. അവിടെ തന്നെ മാങ്ങ വീണിട്ടില്ല. അടുത്ത മലയാളികളൊക്കെ വീട്ടിൽ സ്ത്രീകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനമാണ്. ഹിന്ദിക്കാരെ ആണെങ്കിൽ പോക്കറ്റ് കേൾക്കാറോ. എന്താണ് സാധനം? ഉത്തരായണ കൈ വന്ദിക്ക. എന്താണ്? കലം. അതാണ് ശരിയായ ഉത്തരം. കലം കലം പേന. എനിക്കും കിട്ടിയിട്ട് ഒരു സമ്മാനം നല്ലൊരു സ്വർണ്ണ ബിസ്ക്കറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു ഉച്ച വരെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ രാവിലെ പെരിന്തൽമണ്ണ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് പോരുന്ന വഴിയൊക്കെ നമ്മളിപ്പോൾ പട്ടാമ്പി പിന്നെ ചാലക്കുടി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾക്ക് കാഴ്ചയിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ടതായിട്ടുള്ള കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയ ആണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചുരം പാതയിലേക്ക് നമ്മളിപ്പോൾ മൂന്നാറിലേക്കുള്ള ചുരമൊക്കെ കയറി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഫോറസ്റ്റിൻ്റെ വ്യൂവും അതേപോലെ ചുരത്തിൻ്റെ വ്യൂ ഒക്കെ കിട്ടി തുടങ്ങാം. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ ബസ്സിൽ ഓരോരോ കാര്യങ്ങളിൽ, അതായത് ഓരോ തരം കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോ രസകരമായ സംഭവങ്ങളിലൂടെ അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. അപ്പോൾ അവിടെ ചോദ്യോത്തരവും കാര്യങ്ങളും അതിൻ്റെ പിന്നെ സമ്മാനദാനവും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ രസകരമായ കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യാത്രയിൽ പിന്നെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ബുദ്ധിമുട്ട്. നമ്മൾ മൂന്നാറിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിലും മൂന്നാർ ചെന്നാൽ മാത്രമേ നമുക്ക് തണുപ്പുള്ളൂ. നമ്മൾ AC വണ്ടിയിലല്ലല്ലോ പോകുന്നത്. ആ ഒരു സ്ഥലമൊക്കെ മാത്രമില്ലാതെ മഴയില്ലാത്തതുകൊണ്ട് മഴക്കാലം നല്ല രസമുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഈ കടന്ന് വന്ന പാലം ഒരു ലാൻഡ്മാർക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് കടന്ന അടയാളമാണ് നമ്മൾ ആ പാലം. ആ പാലം അങ്ങനെ ഒരു പാലം നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു പാലം തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ യാത്ര അങ്ങനെ ചുരം പാതയിലൂടെ നമ്മൾ അതിർത്തിയൊക്കെ കഴിഞ്ഞ് വേറെ ജില്ലയിലേക്കൊക്കെ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ആ കാഴ്ചകളും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ട കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. നമ്മൾ പുറം കാഴ്ചകൾ ആസ്വദിച്ച് അങ്ങനെ
യാത്രയുടെ ഒരു സുഖമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ബസ്സിലിരിക്കുക. ചുരം കയറുന്നതും ചുരം കയറുമ്പോഴുള്ള KSRTCയുടെ ആ ഒരു ഡ്രൈവറുടെ ഒരു കഴിവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലിരുന്ന് ആസ്വദിക്കുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ യാത്രകളാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടിയിൽ, നമ്മൾ ചെറിയൊരു വണ്ടിയിലായിക്കോട്ടെ, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, ഫാമിലിയുടെ കൂടെ ആയിക്കോട്ടെ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാമിലിക്ക് കൊടുക്കേണ്ട കെയർ, അതേപോലെ നമ്മളൊരു വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ വണ്ടിക്ക് കൊടുക്കേണ്ട കെയർ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് ആയിരിക്കും അല്ലേ. എന്നാൽ നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എന്താണ് സുഖം എന്ന് വെച്ചാൽ നമുക്കൊരു ടെൻഷനും ഇല്ല. കാരണം പോകുന്ന വഴി ഒരു വിഷയമുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ചിയാപ്പാറ വാട്ടർഫാൾസിലെത്തിട്ടോ. ഈ വാട്ടർഫാൾസ് നമ്മൾ നല്ല സീസൺ സമയത്ത് അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ വരികയാണെങ്കിൽ അതിശക്തമായ വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇന്ന് അവിടെ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് കാണാൻ ഇല്ല. കാരണം അതാണ് ഈ വേനലിൻ്റെ ഒരു കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്നാൽ നമുക്കിപ്പോൾ അടുത്തായിട്ട് ഏകദേശം ഇപ്പോൾ ഇന്ന് വരെ, നമ്മളിപ്പോൾ ഇന്ന് മൂന്നാറിലുള്ള സമയത്ത് വരെ ഇപ്പോൾ ഈ ചിയാപ്പാറ ഈ വാട്ടർഫാൾസ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് മഴ തുടങ്ങി. മൂന്നാറിലെത്തിയതൊക്കെ നമ്മൾ ഒരു മഴ കൊണ്ടിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മളെ നാട്ടിലും ഈ സമയത്ത് മഴ പെയ്യുന്ന ഒരു സമയം തന്നെയാണ്. പക്ഷേ നമുക്ക് വെള്ളച്ചാട്ടത്തിലൊന്നും വെള്ളം ഉണ്ടാവാനുള്ള ഒരു ഇതിലുള്ള മഴയൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഇതും കാണാൻ പറ്റി എന്നുള്ളതാണ്. നമ്മൾ ഇനി ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് മഴയുള്ള സമയത്ത് വന്നിട്ട് ആ വീഡിയോ കൂടി നമ്മളെ ചാനലിലേക്ക് ഇടുമ്പോൾ നമുക്ക് പറയാമല്ലോ, വെള്ളം ഇല്ലാത്ത കാഴ്ച കാണണമെങ്കിൽ നിങ്ങൾ ഞാൻ അന്നിട്ട വീഡിയോ കണ്ടു നോക്കുമെന്ന് എനിക്കെടുത്ത് പറയാൻ പറ്റുമല്ലോ. നമ്മുടെ ഡ്രൈവർ സാഹിബ് എന്തൊക്കെയോ വെഡൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. രസകരമായ ഒരുപാട് അനുഭവങ്ങളുള്ള യാത്രകളാണ് കേട്ടത്. ഞാനിപ്പോൾ 3 യാത്രകൾ ചെയ്ത് കഴിഞ്ഞിട്ട് 4ാമത്തെ യാത്രയാണെന്നാണ്, അതോ 3ാമത്തെ യാത്രയായിട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ തരം ഫ്രണ്ട്സ്, ഒരുപാട് ആളുകളെ നമുക്ക് അങ്ങനെ ഫ്രണ്ട്സായിട്ട് കിട്ടും. അതന്നെ ഒരു നല്ല അനുഭവമായിട്ട് തോന്നി എനിക്ക്. കാരണം ഓരോ യാത്രയിലും വ്യത്യസ്തരായ ഫ്രണ്ട്സായിരിക്കും നമുക്ക്. പല ഏജിലുള്ള ചെറിയ കുട്ടികളും വലിയ മുതിർന്ന വയസ്സായ ആളുകൾ വരെ നമുക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണല്ലോ അല്ലേ. അപ്പം അങ്ങനെ രസകരമായ ഒരുപാട് സുഹൃത്തുക്കളെയും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എത്ര ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ സീരീസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. എന്നാലും ഒരു 10ൽ കൂടുതൽ ഭാഗങ്ങളായിട്ടായിരിക്കും ഇത് വരിക. അപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ ടൈമായപ്പോൾ നമ്മൾ ഏകദേശം അടിമാലി 10ാം മൈലിലാണ് എത്തിയിട്ടുള്ളത്. അവിടെ KSRTC തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ലഞ്ചാണ് നമ്മൾ ഇപ്പോൾ കഴിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഹോട്ടലിലാണ് KSRTC ലഞ്ച് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഹോട്ടലിൽ ഡോർമെറ്ററി സൗകര്യം, അതേപോലെ പൂളോട് കൂടി AC റൂമും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അതിൻ്റെ നമ്പർ ഈ ബോർഡുമ്പോൾ തന്നെ ഉണ്ട്. ആ ഡോർമെറ്ററി എന്ന് എഴുതിയതിൻ്റെ താഴെ ഭാഗത്തുണ്ട്. പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സൊറയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ.